Hi students, welcome to Civil Tips PSC. അപ്പോൾ നമ്മൾ ഈ ഒരു കേരള വാട്ടർ അതോറിറ്റി എക്സാമിൻ്റെ ഗ്രേഡ് 3 എക്സാമിൻ്റെ മെക്കാനിക്കൽ പോർഷനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4ാമത്തെ പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിന് മുന്നേയുള്ള വീഡിയോസ് കാണാനായിട്ട് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. PVQ എന്നൊരു ലിങ്ക് ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് നമ്മുടെ സബ്ജക്റ്റ് വൈസായിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ഈസ് ദ ഫുൾ ഫോം ഫോർ എ ത്രെഡ് ടൈപ്പ് ഓഫ് BSW? ഓക്കെ, BSW എന്നതിൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷനിൽ ഭാരത് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ഉണ്ട്, ഭാരത് സ്റ്റാൻഡേർഡ് വേം എന്നുണ്ട്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വേം എന്നുണ്ട്, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വർത്ത് ഉണ്ട്. ഓക്കെ, BSWൻ്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെർത്ത് ആണ്. ഓക്കെ, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെർത്ത് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ ഈ ഒരു BSWൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻക്ലൂഡ് ആംഗിൾ എത്രയാണ്? 55 ഡിഗ്രിയാണ് അല്ലേ? 55 ഡിഗ്രിയാണ് നമ്മുടെ ഈ ഒരു BSWൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു അബ്രിവേഷൻ ആണ് ഇതുപോലെ BA എന്ന് പറയുന്നത്. ഓക്കെ, BA എന്ന് പറയുന്നത് ഏതാണോ? BA എന്ന് പറയുന്നത് ഏതാണ്? BA എന്ന് പറയുന്നത് നമ്മുടെ ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡാണ്. ഓക്കെ, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡാണ് BA എന്ന് പറയുന്നത്. BA എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണല്ലോ? 47.5 ഡിഗ്രിയാണ്. ഓക്കെ, 47.5 ഡിഗ്രിയാണ് ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ BSWൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെർത്താണ്. അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് എത്രയാണ്? 55 ഡിഗ്രിയാണ് അല്ലെ? 55 ഡിഗ്രിയാണ്. ഇനി BA എന്തെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡാണ്. അതിൻ്റെ ഫുൾ ഫോം ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 47.5 ഡിഗ്രിയാണ്. ഇനി ആഗ്നേയ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? ആഗ്നേയ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? 29 ഡിഗ്രിയാണ് അല്ലെ? 29 ഡിഗ്രിയാണ് ആഗ്നേയ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത്. ഇനി സ്ക്വയർ ത്രെഡ് ആണെങ്കിലോ, സ്ക്വയർ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, 90 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രി എന്ന് പറയാം. അതേതാണ്? സ്ക്വയർ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 90 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രിയാണ്. ഇനി അമേരിക്കൻ നാഷണൽ ത്രെഡ്. ഓക്കെ, അമേരിക്കൻ നാഷണൽ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ് വരുന്നത്? 60 ഡിഗ്രിയാണ്. ഓക്കെ, അമേരിക്കൻ നാഷണൽ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് എത്രയാണ്? 60 ഡിഗ്രിയാണ്. 60 ഡിഗ്രിയാണ് അമേരിക്കൻ നാഷണൽ ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രിയാണ്. ഇനി ബട്ട്രസ് ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ് അല്ലേ? ബട്ട്രസ് ത്രെഡിൻ്റെത് ഇൻക്ലൂഡഡ് ആംഗിൾ എത്രയാണ്? 45 ഡിഗ്രിയാണ്. ബട്ട്രസ് ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ 45 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത്രയും കാര്യങ്ങൾ ഒന്നുകൂടെ പറയുന്നു. നമ്മുടെ BSW എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെർത്ത് ആണ്. ഓക്കെ, ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെർത്ത് ആണ്. ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെർത്തിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 55 ഡിഗ്രിയാണ്. ഇനി BA എന്ന് പറഞ്ഞാൽ, ഓക്കെ, BA എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് അസോസിയേഷൻ ആണ്. ഓക്കെ, ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡാണ്. അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 47.5 ഡിഗ്രിയാണ്. ഇനി സ്ക്വയർ ത്രെഡ് ആണെങ്കിലോ, സ്ക്വയർ ത്രെഡിൻ്റെത് 90 ഡിഗ്രി അല്ലെങ്കിൽ 0 ഡിഗ്രിയാണ്. ആഗ്നേയ ത്രെഡിൻ്റെത് എത്രയാണ്? 29 ഡിഗ്രിയാണ്. ഓക്കെ, ആഗ്നേയ ത്രെഡിൻ്റെത് 29 ഡിഗ്രിയാണ്. ഇനി അമേരിക്കൻ നാഷണൽ ത്രെഡ് ആണെങ്കിൽ 60 ഡിഗ്രിയാണ് അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത്. ഇനി ബട്ട്രസ് ത്രെഡ് ആണെങ്കിലോ, ബട്ട്രസ് ത്രെഡിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ വരുന്നത് 45 ഡിഗ്രിയാണ്. ഓക്കെ, 45 ഡിഗ്രിയാണ്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ ത്രെഡ് യൂസ്ഡ് ഇൻ വാൾവ് സ്പിൻഡിൽസ്? ഓക്കെ, വാൾവ് സ്പിൻഡിൽസിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വർക്ക് ത്രെഡ് ഉണ്ട്, ബട്ട്രസ് ത്രെഡ് ഉണ്ട്, അതുപോലെ നക്കിൾ ത്രെഡ് ഉണ്ട്, നൺ ഓഫ് ദീസ് ഉണ്ട്. ഓക്കെ, നൺ ഓഫ് ദീസ് ഉണ്ട് അവിടെ ഓപ്ഷനിൽ. ഏതാണ് ആൻസർ? വിച്ച് ഈസ് ദ ത്രെഡ് യൂസ്ഡ് ഇൻ വാൾവ് സ്പിൻഡിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? പെട്ടെന്ന് പറയാം. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. നക്കിൾ ത്രെഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നക്കിൾ ത്രെഡ്.
ഈ ഒരു നക്കിൾ ത്രെഡ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ റെയിൽവേ ഗാരേജ് കപ്ലിങ്സിലൊക്കെ നമ്മൾ ഈ ഒരു നക്കിൾ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോസ് കണക്ഷനൊക്കെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഈ ഒരു നക്കിൾ ത്രെഡാണല്ലേ ഹോസ് കണക്ഷൻ. അതുപോലെ റെയിൽവേ കപ്ലിങ്സിലൊക്കെ നമ്മൾ ഈ ഒരു നക്കിൾ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ത്രെഡഡ് അസംബ്ലി ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ത്രെഡ് ടേക്ക് പ്ലേസ് ഓൺ ദ ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ എ ത്രെഡഡ് അസംബ്ലി ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ത്രെഡ് ടേക്ക് പ്ലേസ് ഓൺ ദ ഓപ്ഷനിൽ റൂട്ട് ഉണ്ട്, ക്രസ്റ്റ് ഉണ്ട്, ഫ്ലാങ്ക് ഉണ്ട്, പിച്ച് ഉണ്ട്. ഏതാണ് ആൻസർ? ഇൻ ദ ത്രെഡഡ് അസംബ്ലി ദ കോണ്ടാക്ട് ബിറ്റ്വീൻ ദ മെയിൽ ആൻഡ് ഫീമെയിൽ ത്രെഡ് ടേക്ക് പ്ലേസ് ഓൺ ദ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്. ഫ്ലാങ്ക് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഒരു ത്രെഡിൻ്റെ ക്രസ്റ്റ്, റൂട്ട്, പിച്ച്, ഫ്ലാങ്ക് അത്തരം കാര്യങ്ങൾ മറന്നു പോകരുത്. ഞാനത് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇതൊരു ത്രെഡാണെന്ന് സങ്കല്പിച്ചാൽ ഈ ഒരു ടോപ്പ് പോർഷനെയാണ് നമ്മൾ എന്തോന്ന് പറയുന്നത്? ക്രസ്റ്റ്. ടോപ്പ് പോർഷനെ ക്രസ്റ്റ് എന്ന് പറയുന്നു. ഈ ഒരു ബോട്ടം പോർഷനെയാണ് നമ്മൾ റൂട്ട് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഇൻക്ലൈൻഡ് പോർഷനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ആ ഒരു ഇൻക്ലൈൻഡ് പോർഷനെയാണ് നമ്മൾ ഫ്ലാങ്ക് എന്ന് പറയുന്നത്. ഇനി പിച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? പിച്ച് എന്ന് പറഞ്ഞാൽ ഇത് മുതൽ ഇതുവരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസിനെയാണ്. ആ ഡിസ്റ്റൻസ് എങ്ങനെയായിരിക്കണം? നമ്മുടെ ആക്സിസിന് പാരലൽ ആയിരിക്കണം. ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങൾ മറക്കരുത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സർഫേസ് കണക്റ്റിംഗ് ക്രസ്റ്റ് ആൻഡ് റൂട്ട് ഓഫ് എ ത്രെഡ് ഏതാണ്? ക്രസ്റ്റിനെയും റൂട്ടിനെയും കണക്ട് ചെയ്യുന്ന സർഫേസ് ഏതാണ്? ഓപ്ഷനിൽ ത്രെഡ് ആംഗിൾ ഉണ്ട്, ഡെപ്ത് ഓഫ് ത്രെഡ് ഉണ്ട്, പിച്ച് ഉണ്ട്, ഫ്ലാങ്ക് ഉണ്ട്. ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ഫ്ലാങ്ക് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ സ്ക്വയർ ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ സ്ക്രൂ ജാക്ക്? നമ്മൾ സ്ക്വയർ ത്രെഡ് നമ്മൾ സ്ക്രൂ ജാക്കിൽ യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ ഏതൊക്കെയാണ്? ഓപ്ഷനിൽ വെരി സ്ട്രോങ് എന്നുണ്ട്, ഈസി എൻഗേജ്മെൻറ്റ് എന്നുണ്ട്, അതുപോലെ ഈസി ടു മാനുഫാക്ചർ എന്നുണ്ട്, ലോ ഫ്രിക്ഷൻ എന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്ക്വയർ ത്രെഡ് സ്ക്രൂ ജാക്കിൽ യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ വെരി സ്ട്രോങ്, ഈസി എൻഗേജ്മെൻറ്റ്, ഈസി ടു മാനുഫാക്ചർ, ലോ ഫ്രിക്ഷൻ. ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. ലോ ഫ്രിക്ഷൻ ആണ് മെയിൻ റീസൺ എന്ന് പറയുന്നത്. ആ ഒരു ലോ ഫ്രിക്ഷൻ കാരണമാണ് നമ്മൾ ഈ ഒരു സ്ക്വയർ ത്രെഡ് സ്ക്രൂ ജാക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്? പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ട ഈ ഒരു ലോ ഫ്രിക്ഷനും അതുപോലെ ഹൈ എഫിഷ്യൻസിയും ഒരു റീസണാണ്. ലോ ഫ്രിക്ഷനും ഹൈ എഫിഷ്യൻസിയും അതിനൊരു റീസണാണ്. ദെൻ ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ്? പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ത്രെഡ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷനിൽ BSW ഉണ്ട്, BSW, ആക്മേ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, BA ഉണ്ട്. ഏതാണ് ആൻസർ? പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. BA. BA ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. BAയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ കണ്ടു. ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ് ആണല്ലേ BA എന്ന് പറയുന്നത്. എന്താണ്? ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. ബ്രിട്ടീഷ് അസോസിയേഷൻ ത്രെഡ്. അതുപോലെ BSW എന്ന് പറഞ്ഞാൽ എന്താണ്? BSW എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെർത്ത് ആണല്ലേ. BSW എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെർത്ത് ആണ്. BA എന്ന് പറഞ്ഞാൽ എന്താണ്? BA എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അസോസിയേഷൻ ആണ്. BSW എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് സ്റ്റാൻഡേർഡ് വിത്ത് വെർത്ത് ആണ്. അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റൂട്ട് ഓഫ് ISO മെട്രിക് ത്രെഡ് ഈസ്. ദ റൂട്ട് ഓഫ് ISO മെട്രിക് ത്രെഡ് ഈസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ ഷാർപ്പ് കോർണർ, ഓപ്ഷൻ ബി റൗണ്ട്, ഓപ്ഷൻ സി ഫ്ലാറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ? ദ റൂട്ട് ഓഫ് ISO ത്രെഡ്, ISO മെട്രിക് ത്രെഡ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ്. റൗണ്ട് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ത്രെഡ് form is mostly found on the threaded shaft of lifting equipment for carrying load?
Okay, which one of the following thread form is mostly found on threaded shaft of lifting equipment for carrying load? Okay, ഓപ്ഷൻ നമുക്ക് നോക്കാം. ഓപ്ഷനിൽ വി ത്രെഡ്, നക്കിൾ ത്രെഡ്, സ്ക്വയർ ത്രെഡ്, സാ ടൂത്ത് ത്രെഡ്. ഓക്കെ, ഏതാണ് ആൻസർ? ലിഫ്റ്റിംഗ് ഇക്വിപ്മെന്റിന് നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണടാ? ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ്, സ്ക്വയർ ത്രെഡ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, then next question, which of the following bolt is used in machine tool tables? Okay, machine tool tablesൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോൾട്ട് ഏതെന്നാണ്? ഓപ്ഷനിൽ ഹെക്സഗണൽ ഹെഡഡ് ബോൾട്ട്, ടി ഹെഡഡ് ബോൾട്ട്, ഹൂക്ക് ബോൾട്ട്, ഐ ബോൾട്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ടി ഹെഡഡ് ബോൾട്ട് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഏതിൽ? മെഷീൻ ടൂൾ ടേബിൾസിൽ നമ്മൾ ടി ഹെഡഡ് ബോൾട്ട് ആണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ദ ത്രെഡ് the crest and root are rounded to form a semicircle? Okay, ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ദ ക്രസ്റ്റ് ആൻഡ് റൂട്ട് ആർ റൗണ്ടഡ് ടു ഫോം എ സെമി സർക്കിൾ? ഓക്കെ, ഓപ്ഷനിൽ ആക്മി ത്രെഡ് ഉണ്ട്, സ്ക്വയർ ത്രെഡ് ഉണ്ട്, ട്രപ്പിസോയിഡൽ ത്രെഡ് ഉണ്ട്, നക്കിൾ ത്രെഡ് ഉണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്, നക്കിൾ ത്രെഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നക്കിൾ ത്രെഡ് ആണ് അവിടെ ആൻസർ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ക്രസ്റ്റ് ആൻഡ് റൂട്ട് ആർ റൗണ്ടഡ് ടു ഫോം എ സെമി സർക്കിൾ? ആ ഒരു സെമി സർക്കിൾ വരുന്നത് നക്കിൾ ത്രെഡ് ആണ്. നക്കിൾ ത്രെഡിൻ്റെ യൂസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ചർച്ച ചെയ്തതാണ്. വാൾവ് സ്പിൻഡിൽസ് നമ്മളത് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റെയിൽവേ ഗേജിങ് കപ്ലിംഗ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഹോസ് കണക്ഷൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഗ്ലാസ് ബോട്ടിലൊക്കെ നമ്മൾ ഈ ഒരു നക്കിൾ ത്രെഡ് നമ്മൾ അവിടെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, then next question, in the major diameter, okay, in the major diameter capital D is 40 mm, അതുപോലെ minor diameter small d is 20 mm, then the depth of the thread is എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷനിൽ 10 mm ഉണ്ട്, 12 mm ഉണ്ട്, 15 mm ഉണ്ട്, 5 mm ഉണ്ട്. ഓക്കെ, എങ്ങനെ ചെയ്യും അറിയാവുന്നവർ പെട്ടെന്ന് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുക. നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇത് എളുപ്പം ക്വസ്റ്റ്യൻ ആണ്. നമുക്കിവിടെ മേജർ ത്രെഡ്, ഓക്കെ, മേജർ ഡയമീറ്ററിനെ എങ്ങനെയാണ്? ക്യാപിറ്റൽ ഡി എന്നാണ് പറയുന്നത്. മേജർ ഡയമീറ്ററിനെ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നു. അതുപോലെ മൈനർ ഡയമീറ്ററിനെ സ്മോൾ ഡി എന്നാണ് പറയുന്നത്. ഓക്കെ, മൈനർ ഡയമീറ്ററിനെ സ്മോൾ ഡി എന്നാണ് പറയുന്നത്. അവ തമ്മിൽ മൈനസ് ചെയ്യുക. ഓക്കെ, അതായത് മേജർ ഡയമീറ്റർ മൈനസ് മൈനർ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ആൻസറായി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡെപ്ത് ഓഫ് ത്രെഡ് ടി ആണ്. ഓക്കെ, സ്മോൾ ടി ആണ് ചോദിച്ചിരിക്കുന്നത്. ഡെപ്ത് ഓഫ് ത്രെഡ് സ്മോൾ ടി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സ്മാൾ ടി ഈക്വൽ ടു ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര വരും? ആൻസർ വരുന്നത് 10 mm എന്ന് നമുക്ക് കിട്ടുമല്ലേ? അതായത് 40 മൈനസ് 20 ബൈ 2. ഓക്കെ, ആൻസർ വരുന്നത് 10 mm ആണ്. ഓക്കെ, 10 mm ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഞാൻ ഈ പറഞ്ഞ ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ഡിവൈഡഡ് ബൈ 2 എന്ന ഇക്വേഷനിൽ നിന്ന് ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതാം. ക്യാപിറ്റൽ ഡി മൈനസ് സ്മോൾ ഡി ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ കിട്ടുന്നത് എന്താണ്? ഡെപ്ത് ഓഫ് ദി ത്രെഡ് സ്മോൾ ടി ആണ് കിട്ടുന്നത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മേജർ ഡയമീറ്റർ ആയാലും മൈനർ ഡയമീറ്റർ ആയാലും ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്കത് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, ആ ഒരു കാര്യം കൂടെ ഓർമ്മിക്കണം. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഓർത്ത് വെച്ചിരുന്നാൽ ഇതിൽ നിന്ന് നമുക്ക് ഡെപ്ത് ഓഫ് ത്രെഡ് കണ്ടുപിടിക്കാം. അതുപോലെ മേജർ ഡയമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാം. അതുപോലെ മൈനർ ഡയമീറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അതും കണ്ടുപിടിക്കാം. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Which type of screw are used to prevent the relative motion between two rotating shafts? Okay, question ഇതാണ്. Which type of screw are used to prevent the relative motion between two rotating shafts? ഓപ്ഷനിൽ കാസ്റ്റിൽ സ്ക്രൂ, വിങ് സ്ക്രൂ, ക്യാപ് സ്ക്രൂ, സെറ്റ് സ്ക്രൂ. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. സെറ്റ് സ്ക്രൂ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, സെറ്റ് സ്ക്രൂ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആ ഒരു സെറ്റ് സ്ക്രൂവിൻ്റെ നമ്മൾ പോയിന്റ്സ് പറഞ്ഞാൽ ഹെഡ്ലെസ് സ്ക്രൂ എന്ന് നമുക്കതിനെ പറയാം അല്ലേ? ഹെഡ്ലെസ് സ്ക്രൂ എന്ന് നമുക്കതിനെ പറയാം. അതിൻ്റെ ഹെഡ് ഒന്ന് സ്ലോട്ടഡ് ആയിരിക്കും, സ്ലോട്ടഡ് അല്ലെങ്കിൽ സോക്കറ്റ് ഹെഡ് ആയിരിക്കും അതിനുണ്ടാവുക. നമുക്കതിന് കോമൺ ആയിട്ട് ഹെഡ്ലെസ് സ്ക്രൂ എന്ന് പറയാം. ഓക്കെ, അതിന് ഹെഡ് എന്നാലും സ്ലോട്ടഡ് അല്ലെങ്കിൽ സോക്കറ്റ് ഹെഡ് ആയിരിക്കും അതിൽ ഉണ്ടായിരിക്കുക. Okay, then next question, which nut has a upper portion is hexagonal and lower portion is cylindrical? Okay, question ഇതാണ്. which nut has a upper portion is hexagonal and lower portion is cylindrical?
ഓക്കെ, ഏതാണ്? ഓപ്ഷനിൽ കാസ്റ്റിൽ നട്ടുണ്ട്, സോൺ നട്ടുണ്ട്, ഗ്രൂഡ് നട്ടുണ്ട്, കോൺ നട്ടുണ്ട്. ഓക്കെ, ഏതാണ് ആൻസർ? ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഓപ്ഷൻ സി ആണ്. ഗ്രൂഡ് നട്ടാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഗ്രൂഡ് നട്ടാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ ഒരു ഗ്രൂഡ് നട്ടിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് പെന്നിങ് നട്ടാണ്. ഓക്കെ, ഗ്രൂഡ് നട്ടിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് പെന്നിങ് നട്ട്. ഓക്കെ, പെന്നിങ് നട്ടെന്ന് നമുക്ക് ഈ ഗ്രൂഡ് നട്ടിന് പറയാം. അതുപോലെ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ കണ്ട സെറ്റ് സ്ക്രൂ. ഓക്കെ, സെറ്റ് സ്ക്രൂ ഇവിടെ നമ്മൾ ഈ ഒരു ഗ്രൂ നട്ടിൽ യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണ്? അത് ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു സെറ്റ് സ്ക്രൂ നമ്മൾ ഈ ഒരു ഗ്രൂ നട്ടിൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ പറയുന്ന പോയിന്റ്സ്, ഗ്രൂഡ് നട്ടിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് പെന്നിങ് നട്ട്. ഓക്കെ, പെന്നിങ് നട്ട്, ഗ്രൂഡ് നട്ടിൻ്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് എന്താണ്? പെന്നിങ് നട്ടാണ്. അതുപോലെ ഈ ഒരു ഗ്രൂഡ് നട്ടിൽ നമ്മൾ സെറ്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നു. എന്തിനാണ്? അത് ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ സെറ്റ് സ്ക്രൂ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.